അദ്ദേഹത്തിന് കെ.വി. ഗണേഷ് കുമാറിനെ പറ്റിയുള്ള അഭിപ്രായം, പുറത്തു പറയാൻ കഴിയുന്ന അഭിപ്രായം എന്തായിരുന്നു? അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കേരള രാഷ്ട്രീയത്തിൽ മറക്കാനാകാത്ത കുറേയധികം പേരുകളുണ്ട്. അതിലൊന്നാണ് ബാലകൃഷ്ണപിള്ള സാർ. ഇത്ര മനോഹരമായി പ്രസംഗിക്കുന്ന എതിരാളികളെ ഇതുപോലെ കളിയാക്കി ജനങ്ങളുടെ വലിയ കയ്യടി നേടുന്ന ഒരു പ്രാസംഗികനെ വളരെ അപൂർവമായിട്ട് ഞാൻ കണ്ടു. അദ്ദേഹത്തിന്റെ കഥ പറച്ചിലാണ് ഏറ്റവും വലിയ രസകരമായ കാര്യം. ചിലപ്പോൾ ആരെക്കുറിച്ചെങ്കിലും കുറ്റങ്ങളൊക്കെ ആയിരിക്കും പറയുന്നത്, എന്നാൽ ഭയങ്കര രസകരമായ അവതരണമാണ്. കേരള കോൺഗ്രസ് മണി വിഭാഗത്തിനോടുള്ള ഒരു ശത്രുത, അതാണ് ബാലകൃഷ്ണപിള്ള സാറിന് എന്നോടുള്ള ഇഷ്ടം. ആളുകളൊക്കെ മാടമ്പിയാണെന്ന് പറയുമെങ്കിൽ പോലും ഒരു തലയെടുപ്പുള്ള നേതാവായിരുന്നു അദ്ദേഹം. കേരള രാഷ്ട്രീയത്തിൽ മറക്കാനാകാത്ത കുറേയധികം പേരുകളുണ്ട്. അതിലൊന്നാണ് ബാലകൃഷ്ണപിള്ള സാർ എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ സാറിനൊപ്പമുള്ള കുറേ ഓർമ്മകൾ വളരെ ചിരിച്ചുകൊണ്ട് പറയുന്നത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. അപ്പോൾ ബാലകൃഷ്ണപിള്ള സാറിനോടൊപ്പം വളരെ രസകരമായ സന്തോഷമുള്ള ഓർമ്മകളാണ് ഉള്ളത്. ഇത്ര മനോഹരമായി പ്രസംഗിക്കുന്ന എതിരാളികളെ ഇതുപോലെ കളിയാക്കി ജനങ്ങളുടെ വലിയ കയ്യടി നേടുന്ന ഒരു പ്രാസംഗികനെ വളരെ അപൂർവമായിട്ട് ഞാൻ കണ്ടു. ഞങ്ങൾ തമ്മിലുള്ള ഒരു മാനസിക അടുപ്പത്തിൻ്റെ ഒരു പ്രധാന കാരണം എന്താ വെച്ചാൽ, കേരള കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാവായിരുന്നു പുള്ളിയെങ്കിലും പിന്നീട് കേരള കോൺഗ്രസിൻ്റെ കെ.എം. മാണി സെറ്റുമായിട്ട് പുള്ളി തെറ്റി. അപ്പം കെ.എം. മാണി വിഭാഗത്തിന് എതിരെ എപ്പോഴും സംസാരിക്കുന്ന അവരുടെ അദ്ദേഹത്തിൻ്റെ വലിയ ശത്രുവായിരുന്നു രാഷ്ട്രീയത്തിൽ അദ്ദേഹം. അപ്പം ഞങ്ങൾ പാലക്കാരാണ്. അപ്പം പാലായിൽ ഞങ്ങളും കോൺഗ്രസും മാണി വിഭാഗവുമായിട്ടുള്ള ഫൈറ്റാണ് നിരന്തരം. അല്ലാണ്ട് ഞങ്ങൾ മാർക്സിസ്റ്റുകാരേക്കാൾ കൂടുതൽ കേരള കോൺഗ്രസ് ഫൈറ്റാണ്. എൻ്റെ നേതാവായിരുന്ന എം ജേക്കബ് സാറൊക്കെ മാണിയായിട്ട് മത്സരിച്ച് 300 വോട്ടാണ് ആദ്യം തൂക്കുന്നത്. അപ്പോൾ വലിയ ഫൈറ്റ് നടക്കുന്ന ഏരിയയാണ്. അപ്പം ഞങ്ങൾ ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനോടുള്ള ഒരു ശത്രുത, അതാണ് ബാലകൃഷ്ണപിള്ള സാറിന് എന്നോടുള്ള ഇഷ്ടം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാം വിളിക്കുന്നത് ഇങ്ങനെ വിളിക്കും. അപ്പം പുള്ളിയെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോയി പാലാരാമൂരും ഞങ്ങളുടെ പ്രദേശങ്ങളൊക്കെ പ്രസംഗിപ്പിക്കും. ഇപ്പം കേരള കോൺഗ്രസ്സുകാരെ ഇത്ര കൊല വിളിച്ച് പ്രസംഗിക്കുന്ന ഒരാളില്ല. അതുപോലെ കഥകളും ഉപമകളും ഒക്കെ ആയിട്ട് ഭയങ്കര രസകരമായ പ്രസംഗമാണ്. അദ്ദേഹം വരുന്നു എന്ന് പറയുന്ന നാട്ടിൽ ഭയങ്കര ജനക്കൂട്ടമാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ മുഴുവൻ കൂടും മാണിക്കെതിരെ സംസാരിക്കുന്നത് കേൾക്കാൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ അത് ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ എൻ്റെ ഒരു പാലം അതാണ്. അതാണ് പ്രധാന. ഇപ്പം എന്തെങ്കിലും കാര്യമാണ്, ഒരു പഞ്ചായത്ത് ഇലക്ഷൻ ഇലക്ഷൻ ആണെങ്കിൽ അപ്പോൾ പാലായെ സംബന്ധിച്ച് പുള്ളി എന്നെ വിളിക്കും, എടോ നമുക്ക് വിളിക്കാൻ മേലെ അവിടെ എന്നുള്ള നിലയിൽ ഇങ്ങനെ സംസാരിക്കും എപ്പോഴും. അപ്പോൾ അതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. പിന്നെ എനിക്ക് അദ്ദേഹമായിട്ട് വേറെ ഒരുപാട് കാര്യങ്ങൾ, അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോഴും MLA ആയിരിക്കുമ്പോഴും ഒക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് അദ്ദേഹമായിട്ട് ഉണ്ട്. പിന്നെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിക്കൊണ്ട് പല കാര്യങ്ങളിലും ഞങ്ങൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യും. പ്രത്യേകിച്ച് ഞങ്ങളുടെ മേഖലയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും നല്ല അടുത്ത ഒരു കോൺവെർസേഷൻ ഞങ്ങൾ തമ്മിൽ എപ്പോഴും നടത്താറുണ്ടായിരുന്നു. അത് ഞാൻ പറയില്ല, അതിൻ്റെ പ്രധാന കാരണം ഇതാണ്, കേരള കോൺഗ്രസ് വിരോധമായിരുന്നു പ്രധാനമായിട്ട്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലും അത് വേറൊരു ആളുകളൊക്കെ മാടമ്പിയാണെന്ന് പറയുമെങ്കിൽ പോലും ഒരു തലയെടുപ്പുള്ള നേതാവായിരുന്നു അദ്ദേഹം. അതിന് സംശയമൊന്നുമില്ല. കേരള രാഷ്ട്രീയത്തിലെ തലയെടുപ്പുള്ള, ആരുടെ മുഖത്ത് നോക്കി എന്തും പറയുന്ന തൻ്റെടിയായ വ്യത്യസ്തമായ ഒരു ശൈലിയുള്ള ഒരാളാണ്. അത് അദ്ദേഹത്തിന് മരിക്കുന്നോടം വരെ അദ്ദേഹം ആ ഒരു തറവാടിത്തമൊക്കെ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് നമുക്ക് അതൊന്നും ആ ഗുണമൊന്നും അത്രയൊന്നും ഗണേശന് കിട്ടിയിട്ടുണ്ടെന്ന് അത്രയൊന്നും കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സാറിന് വരെ ആ ഒരു ശൈലി ഉണ്ടായിരുന്നു. സാറിന് വരെ ഒരു ബഹുമാനം കൊടുക്കുമായിരുന്നു എല്ലാവരും. ഇപ്പോഴും കെ.വി. ഗണേഷ് കുമാറിനെ വെച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറയുന്നത് ബാലകൃഷ്ണപിള്ളയുടെ മകനാണ്, എന്നിട്ടാണ് ഇങ്ങനെ എന്നുള്ള ചോദ്യമാണ് പലരും ഉന്നയിച്ച് കേൾക്കാറുള്ളത്. തീർച്ചയായിട്ടും. സാറിൻ്റെതായ ഒരു വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ തലയെടുപ്പൊക്കെ എപ്പോഴും ഉണ്ടായിരുന്നു. വലിയ തലയെടുപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിന് എതിരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവനെ കൊല വിളിക്കും. പക്ഷെ ഭയങ്കര രസകരമായ ശൈലിയിലാണ് സംസാരിക്കുന്നത്. കഥകളും ഉപമകളും ഒക്കെ വെച്ചുകൊണ്ട് പിടിച്ചിരുത്താൻ കഴിയുന്ന സംസാരമുണ്ട്. അത്രയും വലിയ ഇന്ന് കാലത്തെ പബ്ലിക് മീറ്റിങ്ങിൻ്റെ പ്രസക്തി വളരെ കുറഞ്ഞു പോയൊരു കാലമായി. പബ്ലിക് മീറ്റിങ്ങിനൊന്നും അധികം പേര് കാണാൻ, കാരണം അന്നൊക്കെ ഓരോ ലീഡേഴ്സിനെ കാണാൻ വേണ്ടി കൂടി അവരുടെ ശൈലിയും സംസാരം കേൾക്കാൻ. ഇന്നിപ്പോൾ അത് മുഴുവൻ ചാനലുകളും യൂട്യൂബുകളും എല്ലാം, ഇപ്പോൾ സിനിമാക്കാരെ പോലും എല്ലാം ഡയറക്റ്റ് ആളുകൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരൊക്കെ ഒന്നും പഴയ കാലത്തെ പോലെ ഈ പബ്ലിക് വേദികളിൽ ഒന്നും വലിയ ആകർഷകത്വമൊന്നും കിട്ടത്തില്ലായിരുന്നു.
പക്ഷെ ആ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ വലിയ സ്റ്റാർ ക്യാമ്പയിനേഴ്സാണ്. ഇവർ വന്ന് ഇറങ്ങുക എന്ന് വെച്ചാൽ എവിടെ ഇളകി മറിയും ജനം. ആ ഒരു കാലഘട്ടമായിരുന്നു. അത്രയും ഇൻഫ്ലുവൻസിങ് പവർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കൊക്കെ വലിയ സ്വാധീനം, അല്ല ചാട്ടുളി പോലുള്ള വാക്കുകളൊക്കെ ഇല്ലായിരുന്നു. അത് ആളുകളെ ഇളക്കി മറിക്കുമായിരുന്നു, പബ്ലിക്കിനെ. അത് വലിയ കഴിവായിരുന്നു. അന്നത്തെ കാലത്ത് പബ്ലിക് മീറ്റിങ്ങും പ്രാസംഗികർക്കും വലിയ വിലയായിരുന്നു. ഇന്നിപ്പോൾ പ്രാസംഗികർക്ക് അത്രയും വലിയ വിലയൊന്നും കിട്ടാറില്ല. കാരണം അത്ര വലിയ സ്റ്റേജുകൾ അവർക്ക് കിട്ടാറില്ല. ആളുകൾ അങ്ങനെ വന്ന് കേൾക്കാനായിട്ട് വരികയില്ല. സോഷ്യൽ മീഡിയ ആണ് ഇപ്പോൾ എല്ലാം. സോഷ്യൽ മീഡിയ വഴി വന്നതോടുകൂടി പിന്നെ ആളുകൾക്ക് എല്ലായ്പ്പോഴും ആരോ കാണണമെങ്കിലും അപ്രോച്ചബിൾ ആണല്ലോ. തൊട്ട് കൺമുമ്പിൽ നിൽക്കുകയല്ലേ, കഴിക്കാതിരിക്കുകയല്ലേ. അതെ. ബാലകൃഷ്ണപിള്ള സാറിനോട് ഇപ്പോൾ ഏറ്റവും മറക്കാനാകാത്ത ഓർമ്മ എന്തായിരിക്കും? മറക്കാനായിട്ട് പുള്ളിയുടെ കഥ പറച്ചിലുകളാണ്. പുള്ളിയെ അദ്ദേഹത്തിനിടയ്ക്ക് ജയിലിലൊക്കെ പോയല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കാണാൻ പോകും. അപ്പം പുള്ളിയെ സൂപ്പറിൻ്റെ മുറിയിലായിട്ട് പുള്ളി അകത്തോട്ട് കയറി ഇരിക്കാറില്ലായിരുന്നു. എപ്പോഴും അതിൻ്റെ ഇപ്പുറത്ത് പുള്ളി രാജകീയമായിട്ട് തന്നെ അവിടെയും കഴിഞ്ഞുകൊണ്ടിരുന്നത്. പുള്ളി ആരും അപ്പം എല്ലാ സമയവും ഇങ്ങനെ ലീഡേഴ്സും മന്ത്രിമാരും ഓരോരുത്തരെല്ലാം കാണാൻ വേണ്ടി ചെല്ലുന്നത് കൊണ്ട് അകത്തോട്ട് കയറേണ്ട കാര്യമില്ല. പുള്ളി ആ സൂപ്പറിൻ്റെ മുറിയിൽ സൈഡിൽ തന്നെ പുള്ളി ഉണ്ടാവും. അവിടെ ചെന്നിരിക്കുമ്പോഴും ഇങ്ങനെ കഥകൾ പറയും. ഓരോ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിൻ്റെ കഥ പറച്ചിലാണ് ഏറ്റവും വലിയ രസകരമായ കാര്യം. ചിലപ്പോൾ ആരെക്കുറിച്ചെങ്കിലും കുറ്റങ്ങളൊക്കെ ആയിരിക്കും പറയുന്നത്, എന്നാൽ ഭയങ്കര രസകരമായ അവതരണമാണല്ലോ. ജയിൽ കഥകൾ പറഞ്ഞിട്ടുണ്ടോ? ജയിലിനുള്ളിലെ സംഭവങ്ങൾ? അത് ജയിലിൻ്റെ ഉള്ളിലേ അല്ല, ജയിലിൻ്റെ ഉള്ളിലോട്ടൊന്നും ഞാൻ കറന്നിട്ടില്ലല്ലോ അധികം. ജയിലിൻ്റെ പുറത്ത് പിന്നെ ആശുപത്രിയും ഒക്കെ ആയിട്ടാണല്ലോ കൂടുതലും. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ കഥ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഹോസ്പിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിലിൽ നിന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു അതും പുള്ളി വളരെ ആസ്വദിച്ചത് തന്നെ. ജയിൽ ജീവിതം പുള്ളി ആസ്വദിച്ച് തന്നെയാണ് കഴിഞ്ഞത്. അതെ. ഈ പിള്ള സാറിനോട് വഴക്കിടേണ്ട സാഹചര്യം വന്നിട്ടുണ്ടോ? അങ്ങനെ വന്നിട്ടില്ല. കാരണം ഞങ്ങൾ ഒരേ ഏരിയയിലല്ലല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ വ്യത്യാസങ്ങൾ വരേണ്ട, അഭിപ്രായ സംഘടനകൾ വരേണ്ട കാര്യമില്ല. എപ്പോഴും നല്ലത് പറയാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടും ഒരേ വേവിലെങ്കിൽ ചിന്തിക്കുന്നതായതുകൊണ്ട് എന്നോട് പ്രത്യേക ഇഷ്ടമുണ്ട്. അതെ. അപ്പോൾ അദ്ദേഹത്തിന് KB ഗണേഷ് കുമാറിനെ പറ്റിയുള്ള അഭിപ്രായം, പുറത്തു പറയാൻ കഴിയുന്ന അഭിപ്രായം എന്തായിരുന്നു രാഷ്ട്രീയത്തിൽ? അത് അദ്ദേഹം മാറിയിട്ട് KB ഗണേഷ് കുമാർ മന്ത്രിയൊക്കെ ആയപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു. ഗണേഷ് കുമാർ ഒരു തൻപിടിയായിട്ട് പോയി എന്നുള്ള പുള്ളിക്ക് വലിയ പരാതി ഉണ്ടായിരുന്നു. പുള്ളിയുടെ ഒരു പിടിയിൽ നിൽക്കാതെ പുള്ളിയായിട്ട് രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന് മകനെ കൊണ്ടുവന്ന് MLA ആക്കി. പക്ഷേ പിന്നീട് MLA അദ്ദേഹം അറിയാതെ തന്നെ രാഷ്ട്രീയ നേതൃത്വമായിട്ട് മറ്റ് സന്ധി ചെയ്ത് കോപ്പറേറ്റ് ചെയ്ത് അവരുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹത്തെ പോലും തള്ളി പറഞ്ഞുകൊണ്ട് പോയി എന്നുള്ള വലിയ പരാതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതെ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ജോസഫ് വഴക്കൻ സാറിൻ്റെ വിശേഷങ്ങൾ. എന്തായാലും ഇത്രയധികം സമയം നമ്മോടൊപ്പം ചെലവഴിച്ചു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു.